അമ്മ എന്താ മോനെ? അമ്മ ഞാൻ ഇന്ന് വരാൻ വൈകിയേ, ഒരു ഫ്രണ്ടിന്റെ പരിപാടി ഉണ്ട്. എന്തായാലും രാത്രിയാവും, ഭക്ഷണം ഉണ്ടാക്കി വെക്കണ്ട. ആ ശരി. ഭാനു, ആ ഇതാര്? വാസുദേട്ടാ, വന്ന് കയറിയിരിക്കും. ഇരിക്കാൻ സമയമില്ല ഭാനു. നാളെ മോളെ പ്രസവത്തിന് കൂട്ടിട്ട് വരിക, അത് പറയാൻ വേണ്ടി വന്നതാ. ആ ശരിയാ, 9 മാസമായില്ലേ. അല്ല വഞ്ചേച്ചി എവിടെ? അവള് വീട്ടിൽ തന്നെ ഉണ്ട്. അവള് കാല് കുറച്ച് സുഖമില്ല, അതിന് കൂടെ ഞാൻ വന്നു. ആ അല്ല, ഇത് നമ്മുടെ അഭിഷേകിന്റെ മോനല്ലേ? ആ ഇത് അബിന്റെ മോനാ. ഓണന്റെ ഇവന് വന്നതാ. കുറച്ചൊക്കെ ഒരുത്തക്കാടുണ്ട്, അതാ ഞാൻ കൊണ്ടുവന്നു. ഇവന് വീട്ടിൽ ശരിയാവില്ല. ഇവന്റെ മൂത്തവരത്തിനുണ്ട്. ഇവര് രണ്ടാൾ കണ്ട അടിയാ. കുട്ടികളായ അങ്ങനെയല്ലേ വേണ്ടത്. ആ രാഹുലിന് ഞാൻ വരുന്ന പോയി കണ്ടിരുന്നു. അല്ല മരുമോളോടെ? അവള് ബാക്കിൽ എങ്ങനെ ഉണ്ടാവും, ഞാൻ പറഞ്ഞോളാം. ഈ വരുന്ന ഞായറാഴ്ച എന്തായാലും വരണേ. കുറച്ച് വീട്ടിൽ കൂടി പോവാണ്ട്. അന്നാ ശരി, ഞാൻ പോട്ടെ. ശരി എന്നാ. ബാ കുഞ്ഞു, ബാ ബാ. ഇവിടെ ഒരുത്തിയുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. എന്റെ മോന്റെ തലവിധി, അല്ലാണ്ട് എന്ത് പറയാ. എട്ടിനാ ഡേറ്റ്. സാധാരണ 2 ദിവസം മുമ്പ് ആവുന്നതാ. ഇന്നിപ്പോ 10 ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടേ ഉണ്ട്. ഇല്ലമ്മേ, ആരോടും പറയുന്നില്ല. ചിലപ്പോ ആയില്ലെങ്കിലും എനിക്ക് അതും കൂടി താങ്ങാൻ പറ്റില്ല. ഞാൻ എന്തേലും പറഞ്ഞ് പുറത്തു പോവണ്ട. അമ്മ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ആകെ ഒറ്റപ്പെട്ട പോലെ ഇവിടെ.
കരയണ്ട കന്യാ, കരയണ്ട കേട്ടോ. മൊത്തം അമ്മ തരാം. ഓ അവള് ശ്രദ്ധല്ലേടാ. സച്ചു, കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വൈകുന്നത് അതൊരു സ്വാഭാവിക കാരണം തന്നെയാണ്. അത് കാലാവസ്ഥന്റെ ആയിരിക്കാം, ഭക്ഷണത്തിന്റെ ആയിരിക്കാം, ചിലപ്പോൾ വേറെ പല കാരണങ്ങളായിരിക്കാം. എന്ത് തന്നെയായാലും അതിനുള്ള ട്രീറ്റ്മെന്റ് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്ത് കുഞ്ഞുങ്ങളായ ഒരുപാട് ദമ്പതികൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ അവരെ പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ അവരെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ അവരോട് സംസാരിക്കാതിരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. അവർക്ക് മാനസികമായിട്ട് ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. നല്ല ട്രീറ്റ്മെന്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. എങ്കിൽ തീർച്ചയായും അവർക്കും കുട്ടികളുണ്ടാവും. അല്ലാതെ നിങ്ങൾ അവരെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിച്ചാൽ, അവരിതുപോലെ ഒറ്റപ്പെടുത്തിയാൽ അവർ മാനസികമായിട്ട് ആകെ തളർന്നു പോകും. ഒരുപക്ഷെ ഡിപ്രഷനിലേക്ക് കടക്കാൻ വരെ സാധ്യതയുണ്ട്. ഒരാൾക്ക് മാനസികമായി സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ അവർ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും അതിന് ഫലം കാണും. അതാരും മറക്കാതിരിക്കുക.